ഈ മാരേജസിലിപ്പോ സിറ്റുവേഷൻഷിപ്സ് ഉണ്ടെന്ന് ആക്ച്വലി പറയപ്പെടുന്നു. യെസ്. എങ്ങനെയാണ് അതിനെ ഒബ്സർവ് ശരിക്കും ചെയ്യുന്നത്? സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പല അതായത് ഒരു ഓപ്പൺ മാരേജ് പോലെയോ ഉം. ഉള്ളൊക്കെ സിസ്റ്റം ഒക്കെ കേരളത്തിലും നിലനിൽക്കുന്നു എന്ന് പറയുന്നു. യെസ്, ഇതിനെ ഇപ്പം അത് എങ്ങനെയാണ് കുറേ ഉണ്ട്. ഒബ്സർവ് ചെയ്യുന്നത്? ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം ഒരു പാർട്ട്ണർ പറയാണ് ഐ ഡോണ്ട് ഫീൽ എനി മോർ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, നിന്നെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല, ഉം. ഐ ഡോണ്ട് ഈവൻ ഫീൽ യു ഡിസൈറബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പാർട്ട്ണർ എന്ത് ചെയ്യും? യു ഗോ ഫൈൻഡ് യുവർ ഓൺ ഹാപ്പിനെസ് എന്ന് പറയാം. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പാർട്ട്നേഴ്സ് ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് മാം അത് പറയാൻ പറ്റുക? ഞാൻ എത്ര വർഷമായിട്ട് ഇയാളുടെ കൂടെയുള്ള ആളാണെന്നൊക്കെ ചോദിക്കുന്ന ഫീമെയിലും ഉണ്ട്, മെയിലും ഉണ്ട്. ഐ മീൻ, കാരണം ഇപ്പം നമ്മളെല്ലാവരും വർക്കിംഗ് ആണല്ലോ, അപ്പോൾ വി കീപ് ട്രാവലിംഗ് അലോട്ട്. സോ ആരുടെയെങ്കിലും കൂടെ ട്രാവൽ ചെയ്യും. പിന്നെ ഇതിനകത്ത് ആക്ച്വലി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ് ഇമോഷണലി കണക്റ്റഡ്, ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് എ ഫിസിക്കൽ കണക്ട്. ഒരു രാത്രി മാത്രമുള്ളതോ അങ്ങനെയൊക്കെ ആവുന്ന പല കാര്യങ്ങളുണ്ട്. അതൊന്നും അവർക്ക് പിന്നീട് അതൊരു ട്രോമ, ഒരു ബാഗേജ് ഒന്നും അവിടെയാണ് ആവുന്നില്ല. നമുക്ക് ചീറ്റിംഗിന്റെ കോൺസെപ്റ്റ് പറയേണ്ടത്. Yeah. കാരണം ഇപ്പം ഒരു കപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഞാനല്ലാതെ മറ്റൊരു പാർട്ട്ണർ നിങ്ങൾ സംസാരിക്കാനോ നോക്കാനോ പോലും പാടില്ല എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഇതൊക്കെ ചീറ്റിംഗാ. ഓക്കെ. ചില ആൾക്കാരുടെ അടുത്ത് സെക്സ് ചെയ്തോ കുറച്ച് ഫ്ലോട്ട് ചെയ്തോ ദാറ്റ്സ് ഓൾ ഫൈൻ, ബട്ട് ദെൻ ഫിസിക്കലി പറ്റില്ല, അങ്ങനെയുള്ളൊരു ഡെഫിനിഷൻ ഉണ്ട്. ഈ ചീറ്റിംഗിൽ ഇതൊക്കെ ഡിഫറെന്റാ. ഫിസിക്കലി ആയിക്കോട്ടെ, ഇമോഷണലി പറ്റില്ല എന്ന് പറയുന്നവരും എന്തോരം പേരുണ്ടെന്ന് അറിയോ? ഒരുപാട് പേരുണ്ട്. ഫിസിക്കലി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു, പക്ഷെ ഇമോഷണലി പറ്റില്ല, അപ്പൊ പിന്നെ ഞാൻ റീപ്ലേസ്ഡ് ആയി പോയില്ലേ ഉം. എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോ ദാറ്റ് ഇസ് ഹൗ ദേ ആർ മാനേജിങ് ദെയർ നീഡ്സ്. It's about how they define and how they commit. അല്ലേ? correct. എന്ത് തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ആണ് ആ അവര് റിലേഷനിൽ പരസ്പരം ഉള്ളത് കൊടുത്തിരിക്കുന്നത്, അതേപോലെ എന്ത് തരത്തിലാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒരു എഗ്രിമെന്റിൽ ഇല്ലാതെ ചെയ്താൽ അതിനെ ചീറ്റിംഗ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. തീർച്ചയായിട്ടും Correct. അതായത് പരസ്പരം പറയണം. ഇത് ഓക്കെ ആണെന്ന് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് അത് ചെയ്യുന്നത് ഓക്കെ, അത് അങ്ങനെ ഒരു ഡെഫിനിഷനേ ഇല്ലാത്ത സ്ഥലത്ത് യൂഷ്വലി അങ്ങനെയാണല്ലോ. അതാണ് ഇപ്പൊ കൺസെന്റ്. ആരും വന്ന് ചോദിക്കില്ലല്ലോ. അതായത് ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ്. അപ്പം ഹസ്ബൻഡ് വന്നിട്ട് ഞാൻ ഒരാളെടുത്ത് ഫ്ലേർട്ട് ചെയ്യുന്നതും ചാറ്റ് ചെയ്യുന്നതൊക്കെ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. നമ്മൾ അസ്യൂം ചെയ്യല്ലേ ചെയ്യുക. അപ്പം ഞാൻ അസ്യൂം ചെയ്യുന്നത് മൈ ഹസ്ബൻഡ് ഡസൻ ലൈക്ക് മീ ഡൂയിങ് whatever. നമ്മൾ പൊതുവെ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാറില്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നന്നായി ഇതിപ്പോ ഇങ്ങനെ ഫറയുടെ ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. ഒരു കോൺസെപ്റ്റ് ഇങ്ങനെയാന്ന് വിചാരിക്കൂ. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എന്റെ ഹസ്ബൻഡിന് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ചെയ്യാതിരിക്കുകയാണ്. പക്ഷെ അയാളത് ചെയ്യും. പുള്ളി അത് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ? യെസ് യെസ്. അത് ആക്ച്വലി ആരുടെ പ്രശ്നം? നമ്മൾ അസ്യൂം ചെയ്തതിന്റെ പ്രശ്നമാണ്. അതാ ഞാൻ പറയണേ, റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലഷർ എങ്ങനെയാണെന്നൊക്കെ അറിയുന്ന കപ്പിളിൽ പോലും ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ അറ്റ്ലീസ്റ്റ് മില്ലേനിയൽസിലൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. മേ ബി ജെൻസീസിലൊക്കെ കാണുമായിരിക്കാം. പക്ഷെ ഒരു 80s അല്ലെങ്കിൽ ഒരു മില്ലേനിയൽസിൽ ഇങ്ങനെ, അതായത് നിങ്ങൾ ഇങ്ങനെ ആവുന്നത് എനിക്ക് ഓക്കെയാണ്, പക്ഷെ ഇത് എനിക്ക് ഓക്കെ അല്ല കേട്ടോ, ആ ക്ലാരിറ്റി നമ്മൾ കൊടുക്കാറില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതോ അത് കൊടുക്കൽ ഇമ്പോർട്ടന്റ് ആണോ? അത് കൊടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, ഏത് ജനറേഷൻ എടുത്താലും. പക്ഷെ അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിക്ക് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില ആൾക്കാർ ഇങ്ങനെ ഇപ്പം ഞാനൊക്കെ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഒക്കെ സമയത്ത് ഗ്രാൻഡ് മദറിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അപ്പൂപ്പനൊക്കെ എവിടെയെങ്കിലും പോയിട്ട് മിണ്ടുന്ന സമയത്ത് ഇങ്ങനെ ഒരു നോട്ടുണ്ട്, അത് മതി മോളെ. ഇപ്പൊ പാടത്തൊക്കെ പണിയെടുക്കുന്ന സമയത്ത് പുള്ളി ഈ ഒരു കുഞ്ഞു തോർത്തുണ്ടും വലിയ വയറ് മുകളിലെ ഉടുപ്പൊന്നും ഇല്ലാതെ അവിടെ പോയിട്ട് ആ പെണ്ണുങ്ങള് ഈ പാടി ഇതാക്കുന്ന സ്ത്രീകളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്നൊരു വിളി ഉണ്ടാവും. അതിലെല്ലാം ഉണ്ട്, ആ ടോണിലെല്ലാം ഉണ്ട്. ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഇത് കേൾക്കേണ്ട താമസം പുള്ളി ഓടിപ്പോ. അതായത് കമ്മ്യൂണിക്കേഷൻ ഡസന്റ് ഹാവ് ടു ബി വോക്കൽ എന്നാണ് പറയണത്. അത്രേ ഉള്ളൂ. ഞാനിത് ചെയ്ത് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇപ്പൊ നമുക്ക് പരിചയമുള്ള അപ്പുറത്തെ വീട്ടിലെ ആന്റിമാരൊക്കെ ആണെങ്കിൽ ഇത് ഇച്ചിരി ഇങ്ങനെ മീൻ വണ്ടി വരുന്നത് അറിയാം. അപ്പൊ അവിടെ ചില സമയത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒരുമിച്ചുണ്ടാവും. അപ്പൊ ചിലപ്പോ ഇച്ചിരി ഒതുങ്ങി നിക്കല്, അപ്പൊ ഒരു എന്നൊരു സാധനം ഉണ്ടോ? ഇതൊക്കെ കമ്മ്യൂണിക്കേഷനാ. ചില നോട്ടങ്ങളാവാം, ചില പിണക്കങ്ങളാകാം, ചില കുംഭാസ കൂടലുകളാവാം. അപ്പൊ നമ്മള് കോട്ടയത്തൊക്കെ പറയല്ലോ ഒരു കുംഭാസാരി വന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കയറ്റി പിടിച്ചൊക്കെ നിൽക്കും. അപ്പൊ ഇങ്ങനെ പറയും, അയ്യോ ഞാൻ ഇനി അവിടെ പോയി മിണ്ടട്ടെ കേട്ടോ, നിന്നോട് കുറച്ചു നേരമായില്ലേ മിണ്ടുന്നേ, ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കുഴപ്പം കിട്ടും. ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷേ ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പിൾ എന്ന് പറയുമ്പോഴും എല്ലാ കാര്യങ്ങളും ഇയാളോട് തന്നെ പറയണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു നമ്മുടെ വിമൻസ് ഡേയുടെ അന്ന് നമ്മളിങ്ങനെ വി ആർ ഡിസ്കസിങ് ആ ടോപ്പിക് അങ്ങനെ TKM ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അന്നേരം
ഒരു നമ്മളിങ്ങനെ ഒരു സംഭവം വന്നതാണ്. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേനും മെൻ ആക്ച്വലി ഇമോഷണൽ ഒരു റെഗുലേഷൻസ് അല്ലെങ്കിൽ വെന്റിലേഷൻസ് വൈഫിൻ്റെ അടുത്ത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ ഉം. പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു, ഇസ് ഇറ്റ് പോസിബിൾ ദാറ്റ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് യുവർ വൈഫ്? അപ്പോൾ പറഞ്ഞാൽ ഇല്ല, ചില കാര്യങ്ങളൊന്നും പറ്റാറില്ല. അപ്പോൾ വേഗം തന്നെ അടുത്തുനിന്ന് ഒരാൾ കമൻറ്റ് ചെയ്തതാണ്, ഓ മൈ ഗോഡ്, ഐ തോട്ട് യു ഹാഡ് എ വണ്ടർഫുൾ റിലേഷൻഷിപ്പ് എന്ന്. അതെങ്ങനെയാണ് പരസ്പരം കണക്റ്റഡ് ആവുക? എന്തുകൊണ്ട് നമ്മളത് വണ്ടർഫുൾ അല്ലെന്ന് പറയുന്നു എന്നല്ലേ? കറക്റ്റ്. ഇപ്പം നമ്മൾ ഇറ്റ്സ് നല്ല ഓക്കെ ഇഫ് യു കാൺട്ട് കമ്മ്യൂണിക്കേറ്റ് എവറിത്തിങ്. അങ്ങനെ നിങ്ങളുടെ അച്ഛനും ഇതാണ് അമ്മയും ഗെയിം. എല്ലാവരും ഒരാളെ ആക്കി വെക്കണം എന്ന് ഇത് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ് അടിമേടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളെ അച്ഛനാക്കുന്നു, അമ്മയാക്കുന്നു, അനിയനാക്കുന്നു, ചേട്ടനാക്കുന്നു, നിങ്ങളുടെ ക്രിട്ടിസൈസർ ആക്കുന്നു, നിങ്ങളുടെ തെറപ്പിസ്റ്റ് ആക്കുന്നു, നിങ്ങളുടെ ഡോക്ടർ ആക്കുന്നു. ഇത് ഒരു മനുഷ്യൻ ഇതൊക്കെ എങ്ങനെ എടുക്കും? അയാളൊരു ഹ്യൂമൻ ബീങ് അല്ലേ? ഞാൻ സങ്കടപ്പെട്ട് കരയുമ്പോൾ എൻ്റെ ഭർത്താവ് മാത്രം എന്നെ സമാധാനിപ്പിക്കാൻ പറ്റണം മാം എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അയാൾക്ക് ആ ഇമോഷനെ എടുക്കാൻ പറ്റൂലെങ്കിലോ? പഠിക്കാം, ഒരു പരിധിവരെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പും ചെയ്യാം. പക്ഷെ തെറപ്പിസ്റ്റ് എങ്ങനെ അയാൾക്കാവാൻ പറ്റും? അപ്പോൾ വിച്ച് ഐ ജസ്റ്റ് വോണ്ട് ടു കൺക്ലൂഡ്, ഇതെല്ലാം കൂടി ഒരാൾ ചെയ്യണം എന്നില്ല. പല കാര്യങ്ങൾ ചെയ്യാം, ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാം. ഈവൻ ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. ഉം. യു ഹാവ് ടു ഹാവ് ദറ്റ് പേഴ്സണൽ സ്പേസ്. കപ്പിൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒട്ടിയിരിക്കല്ല, രണ്ടായിട്ട് നിലകൊള്ളുകയാണ്. അതിൻ്റെ കൂടെ ഒരുമിച്ചൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്നുള്ളതും കൂടി മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പരസ്പരം നമ്മുടെ പേഴ്സണൽ സ്പേസ് വയലേറ്റ് ചെയ്യുമ്പോൾ അത് വലിയ പ്രോബ്ലത്തിലേക്ക് വരും. ഓക്കെ.